റഷ്യൻ ക്രൂഡിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാടിൽ വീണ്ടും മാറ്റത്തിന്റെ സൂചനകൾ വ്യക്തമായി കാണപ്പെടുന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷം ശക്തി പ്രാപിക്കുകയും അതിന്റെ ഭാഗമായി സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് വഴിയുള്ള ഗതാഗതം അനിശ്ചിതത്വത്തിനാവുകയും ചെയ്തതോടെ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷാ കണക്കുകൂട്ടലുകൾ പുതുക്കേണ്ട അവസ്ഥയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ആഗോള ക്രൂഡ് വിപണിയിൽ ഉണ്ടായിരിക്കുന്ന അത്യാഹിത സാഹചര്യങ്ങൾ ഇന്ത്യയെ വീണ്ടും റഷ്യൻ എണ്ണയിലേക്കുള്ള ആശ്രയത്വം പരിഗണിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഇന്ത്യ ഈ വർഷം തുടക്കത്തിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ നീങ്ങിയിരുന്നു. അതിന് പ്രധാന കാരണം അമേരിക്കയുമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപാര ചർച്ചകളും പാശ്ചാത്യ സമ്മർദ്ദങ്ങളുമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ആ നിലപാട് പുനഃപരിശോധിക്കേണ്ടി വരുന്നതായി സൂചനകൾ ശക്തമാകുന്നു. കാരണം ഗൾഫ് മേഖലയിലെ അനിശ്ചിതത്വം ഇന്ത്യയുടെ ഊർജ്ജ വിതരണ ശൃംഖലയെ നേരിട്ട് ബാധിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഇറക്കുമതിയുടെ ഏകദേശം പകുതിയോളം, കൂടാതെ LNG ഇറക്കുമതിയുടെ 50% ഹോർമുസ് കടലിടുക്ക് വഴിയാണ് എത്തുന്നത്. ഈ കടലിടുക്ക് താൽക്കാലികമായെങ്കിലും അടഞ്ഞതോടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതി ഗണ്യമായി കുറഞ്ഞു. ഉൽപാദനവും ലോജിസ്റ്റിക് സംവിധാനങ്ങളും തടസ്സപ്പെടുന്നതിനാൽ സ്പോട്ട് മാർക്കറ്റിൽ വില കുത്തനെ ഉയർന്നിരിക്കുകയാണ്. രൂപയുടെ മൂല്യം താഴ്ന്ന സാഹചര്യത്തിൽ ഡോളർ വിലയിലുള്ള എണ്ണ ഇറക്കുമതി കൂടുതൽ ചെലവേറിയതായി മാറുന്നു. ഇത്തരം പ്രതിസന്ധിയിൽ റഷ്യ ഒരു പ്രായോഗിക ഓപ്ഷനായി വീണ്ടും ഉയർന്നു വരുന്നു. റഷ്യൻ എണ്ണ പേർഷ്യൻ ഗൾഫ് കടന്നു പോകാതെ കരിങ്കടൽ, സുവയസ് കനാൽ വഴി ഇന്ത്യയിലേക്ക് എത്താൻ കഴിയും. അതിനാൽ മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിന്റെ നേരിട്ടുള്ള സ്വാധീനം കുറവായിരിക്കും. കൂടാതെ പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടെ റഷ്യ മുൻപ് ഇന്ത്യക്ക് വൻ വിലക്കിഴിവുകൾ നൽകിയിരുന്നു. ആ കിഴിവുകൾ ആഭ്യന്തര പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കാൻ ഇന്ത്യക്ക് സഹായകരമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചില വെല്ലുവിളികളുമുണ്ട്. വെനസ്വേലയും ഇറാനും അടക്കം ചില സ്രോതസ്സുകൾ നഷ്ടപ്പെട്ട ചൈന നിലവിൽ റഷ്യയെ പ്രധാന ക്രൂഡ് വിതരണക്കാരായി കാണുകയാണ്. ചൈനയിൽ നിന്ന് ഉയർന്ന ആവശ്യകത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും വൻതോതിൽ എത്തുകയാണെങ്കിൽ റഷ്യയ്ക്ക് ആവശ്യങ്ങൾ നിറവേറ്റാൻ എത്രത്തോളം കഴിയുമെന്നത് വ്യക്തമല്ല. ഇത് കിഴിവുകൾ കുറയ്ക്കാൻ കാരണമാകാൻ സാധ്യതയുണ്ട്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഇതുവരെ അന്തിമ രൂപം നേടിയിട്ടില്ലെന്നത് ന്യൂഡൽഹിക്ക് ഒരു തന്ത്രപരമായ മേൽക്കൈ നൽകുന്നു. കൂടാതെ അമേരിക്കയിലെ രാഷ്ട്രീയ നികുതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ സാഹചര്യങ്ങൾ ചർച്ചയ്ക്ക് കൂടുതൽ സമയം ലഭിക്കാനുള്ള അവസരമാകാം. ഊർജ്ജ സുരക്ഷ എന്ന ദേശീയ പ്രാധാന്യ വിഷയത്തിൽ മുൻനിർത്തി ഇന്ത്യ റഷ്യൻ എണ്ണയിലേക്ക് മടങ്ങുകയാണെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ ആവശ്യമായ സാമ്പത്തിക കാരണങ്ങൾ ഇന്ത്യയുടെ പക്കലുണ്ടെന്നതാണ് വിലയിരുത്തൽ. ആഗോള എണ്ണവില കുതിച്ചുയരുകയും ഗതാഗത ചെലവ് വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സ്ഥിരതയാർന്ന വിതരണവും താരതമ്യേന കുറഞ്ഞ വിലയും ഇന്ത്യക്ക് നിർണായകമാണ്. പ്രത്യേകിച്ച് ആഭ്യന്തര വിപണിയിലെ ഇന്ധനവില വർധനവ് പണപ്പെരുപ്പം കൂട്ടാൻ ഇടയാക്കും. ഭക്ഷ്യവിലകൾ മുതൽ ഗതാഗത ചെലവുകൾ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ സർക്കാർ സാമ്പത്തിക സമ്മർദ്ദം നേരിടേണ്ടി വരും. ഈ സാഹചര്യത്തിൽ റഷ്യൻ എണ്ണയിലെ വിലക്കിഴിവുകൾ ഒരു നിർണായക ബഫറായി പ്രവർത്തിക്കാം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.